ആശ്രമ അല്പസമയം മുമ്പാണ് കോവളം വിൻസെന്റ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്തിയത്. ഏറ്റവും പ്രധാനമായ കാര്യം ഇന്ന് വിരുദ്ധം ചെയ്യുമ്പോൾ ആ രാഷ്ട്രീയ വിവാദമാണ് മത്സരത്തിലെന്നെ ഇതുകൊണ്ടിരിക്കുന്നത്. ആരാണ് അവകാശമായ എന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് വിരുദ്ധം തുറമുഖമെടുക്കുന്ന കോവളം മദ്രാസ ആദ്യമുള്ള കോൺഗ്രസ് MLA വിൻസെന്റ് മാത്രമാണ്. അത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യം വഹിക്കുന്ന ആ പരിപാടി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തമാണ്. കേരളത്തിന്റെ തന്നെ വികസന കവാടമെന്ന് വിശേഷിപ്പിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ദിവസമാണിന്ന്. ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ഖബറിടത്തിൽ വരണം എന്നുള്ളത്, ഇവിടെ വന്നിട്ട് വേണം ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളത് വളരെ ദിവസങ്ങളായി മനസ്സ് പറയുന്ന ഒന്നാണ്. പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ MLAയോടൊപ്പം ഇവിടെ വന്ന് സാറിന്റെ ഖബറിടത്തിൽ വന്ന് പുഷ്പാർച്ചന നടത്താൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു വികാരപരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. ഏത് അഴിമതി ആരോപണങ്ങളും കേൾക്കാൻ, ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ പേരിൽ എത്ര പഴി കേൾക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഈ ഒരു മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ തുറമുഖം ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളത്. തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ എല്ലാ അവകാശങ്ങളും എടുക്കാൻ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം പരസ്യങ്ങളിലൂടെ മത്സരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത് ഉമ്മൻചാണ്ടി സാറിന്റെ കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെയും അസാധാരണമായ ധൈര്യത്തിന്റെയും ഫലമായിട്ട് യാഥാർത്ഥ്യമായിട്ടുള്ള പദ്ധതിയാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന വസ്തുതയാണ്. ഒരു കല്ലിട്ടാൽ തുറമുഖമാവുമോ എന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ചോദിച്ച ചോദ്യം. കല്ലിട്ടാലല്ല, കരാറൊപ്പിട്ടാൽ തുറമുഖമാവും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തുറമുഖ നിർമ്മാണം, രണ്ട് പശ്ചാത്തല വികസനം. ഏത് PPP പ്രോജക്റ്റിന്റെയും പശ്ചാത്തല വികസനം സർക്കാരുകളുടെ നേതൃത്വത്തിലാണ് നടത്തേണ്ടത്. ഇവിടെ തുറമുഖ നിർമ്മാണം നടത്തേണ്ടത് അദാനി, പശ്ചാത്തല വികസനം നടത്തേണ്ടത് കരാർ പ്രകാരം സംസ്ഥാന സർക്കാർ. എന്താണ് പശ്ചാത്തല വികസനങ്ങൾ? അത് ഗവൺമെന്റ് പൂർത്തീകരിച്ചോ? ഒന്നാമത്തത് റെയിൽ കണക്ടിവിറ്റി. ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് ഒപ്പിട്ട ഈ കരാർ പ്രകാരം 6 വർഷത്തിനുള്ളിൽ റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ 2021 റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ 2025 ആ പദ്ധതി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം റോഡ് കണക്ടിവിറ്റി. 2 കിലോമീറ്റർ റോഡ് നിർമ്മിച്ച് നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കാനാണ് കരാർ പറഞ്ഞിരിക്കുന്നത്. 2 കൊല്ലം കൊണ്ട് റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞാൽ 2017 റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കണം. ഈ നിമിഷം വരെ ഈ 2 കിലോമീറ്റർ റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്നത്തെ പാരിസ്ഥിതിക അനുമതിയുടെ ഭാഗമായി ഒരു കണ്ടീഷൻ വച്ചിരുന്നു. അത് അവിടെ ഒരു ഫിഷിംഗ് ഹാർബർ അവിടെ ആരംഭിക്കണമെന്ന്. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടോടുകൂടി ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തുടങ്ങിയിട്ടില്ല. മറ്റൊരു കാര്യം, അവിടെ പ്രാദേശികവാസികൾക്ക് ജോലി നൽകുന്നതിന് വേണ്ടി ഒരു സീ ഫുഡ് പാർക്ക് ആരംഭിക്കണം എന്ന് പറഞ്ഞു. അത് ഉമ്മൻചാണ്ടി സാർ 5 ഏക്കർ സ്ഥലം അതിന് ഏറ്റെടുത്തിട്ടാണ് അധികാരത്തിൽ നിന്ന് പോയത്.